ഹലോ കുട്ടികളെ, എല്ലാവർക്കും പ്രിയങ്ക ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ പ്രശസ്തനായ കവി വീരാൻകുട്ടി എഴുതിയ സ്മാരകം എന്ന മനോഹരമായ കവിതയാണ്. നമ്മുടെ പരിസരങ്ങളിൽ പറന്നു നടക്കുന്ന നിസ്സാരമായ അപ്പൂപ്പൻ താടികളെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ലേ? എന്നാൽ സ്വന്തമായി ചിറകുകൾ ഇല്ലെങ്കിലും കാറ്റിന്റെ കരുത്തിൽ ദൂരദേശങ്ങളിലേക്ക് പറന്നു പോകുന്ന ആ അപ്പൂപ്പൻ താടിക്ക് വലിയൊരു കഥ പറയാനുണ്ട്. അസ്തിത്വം തേടുന്ന ഒരു സഞ്ചാരിയുടെ മനസ്സാണ് ഈ കവിതയിലൂടെ കവി നമുക്ക് കാട്ടിത്തരുന്നത്. ഒരു സ്മാരകം എന്നത് വെറും ഒരു നിർമ്മിതിയല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തികളിലൂടെ നാം സ്വയം അടയാളപ്പെടുത്തുന്ന ഒന്നാണെന്ന് ഈ കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഈ കവിതയിലേക്ക് കടക്കും മുമ്പ് കവിത രചിച്ച കവിയെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. വീരാൻകുട്ടി 1962 ജൂലൈ 9 കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്കടുത്തുള്ള നാരായണംകുളത്ത് കുഞ്ഞബ്ദുള്ളയുടെയും ആയിഷയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ കലാലയങ്ങളിൽ മലയാളം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 2019 ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തെ വളരെ ലളിതമായ ഭാഷയിലൂടെയും കൃത്യമായ ബിംബങ്ങളിലൂടെയും അവതരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കവിതാശൈലി. ജലഭൂപടം, മൺവീർ, മാന്ത്രികൻ, തൊട്ടു തൊട്ടു നടക്കുമ്പോൾ, മിണ്ടാപ്രാണി എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കവിതാ സമാഹാരങ്ങളും മഴത്തുള്ളികൾ വെച്ച ഉമ്മകൾ എന്നത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഓർമ്മക്കുറിപ്പുമാണ്. കുട്ടികൾക്കായും നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2017 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ചെറുശ്ശേരി പുരസ്കാരം, അബുദാബി ഹരിതഹർഷ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നമുക്കിനി കവിതയിലേക്ക് കടക്കാം. സ്മാരകം. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ. വിത്തിനെ മടിയിൽ വെച്ച് അത് കാണും സ്വപ്നത്തിലെ മരത്തിന്റെ തണലിൽ നാളെ ഒരാൾ വന്ന് ഇളവേൽക്കും എന്ന കവിത അതിനറിയില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അതും കുറച്ചുകൂടി ദൂരം പോയേക്കും. ധീരമെങ്കിലും എളിയ അതിന്റെ ശ്രമം വീണുപോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും, ആരും അറിയാതെ നാളെ ഒരു മരം. ഇനി നമുക്ക് കവിത വിശദമായി പഠിക്കാം. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. കുട്ടികളെ, ഇവിടെ അപ്പൂപ്പൻ താടി ആകാശത്ത് കൂടി പറക്കുന്നത് വെറും ഒരു കാറ്റിലെ പറക്കലായി മാത്രം കാണരുത്. അതൊരു വലിയ കാര്യത്തിന് വേണ്ടിയുള്ള വിനീതമായ എന്നാൽ തീവ്രമായ ഒരു പരിശ്രമമായി വേണം നാം കാണാനെന്ന് കവി പറയുകയാണ്. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല. ഇവിടെ കവി അപ്പൂപ്പൻ താടിയുടെ പരിമിതികളെ കുറിച്ചാണ് എടുത്തു കാണിക്കുന്നത്. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു പക്ഷിക്ക് പറക്കാൻ ചിറകുകൾ വേണം, പക്ഷേ അപ്പൂപ്പൻ താടിക്ക് അതില്ല. സ്വന്തമായി പറക്കാനുള്ള ശേഷി അതിനില്ല. ദേശാന്തരം വിധിച്ചിട്ടില്ല, ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോകാനുള്ള പ്രത്യേക അനുമതിയോ അതിനുള്ള സൗകര്യമോ അതിനില്ല. ആകാശവും സ്വന്തമല്ല, ആകാശം അതിന്റെയല്ല. കാറ്റ് എങ്ങോട്ടേക്കാണോ അതിനെ കൊണ്ടുപോകുന്നത് അങ്ങോട്ട് പോകാൻ മാത്രമേ അതിന് കഴിയൂ. ഇത്രയേറെ പ്രതിസന്ധികൾക്കിടയിലും അത് മുന്നോട്ട് പോകുന്നു എന്നാണ് അതിന്റെ പ്രത്യേകത. അതാണ് ഇവിടെ കവി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ, വിത്തിനെ മടിയിൽ വെച്ച്. കുട്ടികളെ, ഇവിടെ എന്താണ് കവി പറയുന്നത്? ഇവിടെയാണ് കവിതയുടെ മനോഹാരിത. എല്ലാ പ്രതിസന്ധികളും ഉണ്ടായിട്ടും അത് തോറ്റു കൊടുക്കുന്നില്ല. കുഞ്ഞിനെ എന്ന പോലെ, ഒരമ്മ തന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്നത് പോലെ അപ്പൂപ്പൻ താടി തന്റെ താഴെയുള്ള ചെറിയ വിത്തിനെ സംരക്ഷിക്കുന്നു. ആ വിത്താണ് അതിന്റെ ഭാവി. വിത്തിനെ മടിയിൽ വെച്ച്. എന്താണ് ഇവിടെ കവി പറയുന്നത്? ആ വിത്തിനെ സുരക്ഷിതമാക്കി മറ്റൊരു മണ്ണിൽ എത്തിച്ച് പുതിയൊരു ചെടിയായി അത് വളരണം. അതിനു വേണ്ടിയാണ് അപ്പൂപ്പൻ താടിയുടെ യാത്ര എന്ന് ഇവിടെ കവി പറയുകയാണ്. കണ്ടില്ലേ കുട്ടികളെ, ഇവിടെ എന്താണ് പറയുന്നത്? നമ്മളും ജീവിതത്തിൽ പലപ്പോഴും പരിമിതികൾ ഉണ്ടെന്ന് കരുതി തളർന്നു പോകാറുണ്ട്. എന്നാൽ അപ്പൂപ്പൻ താടിയെ പോലെ ചെറിയ പരിശ്രമങ്ങളിലൂടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നമുക്കും സാധിക്കുമെന്ന് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അത് കാണും സ്വപ്നത്തിലെ മരത്തിന്റെ തണലിൽ നാളെ ഒരാൾ വന്നിളവേൽക്കും എന്ന കവിത അതിനറിയില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. എന്താണ് കുട്ടികളെ ഇവിടെ പറയുന്നത്? അപ്പൂപ്പൻ താടി പറക്കുന്നത് വെറുതെയല്ല. താൻ വീഴുന്നിടത്ത് ഒരു മരം വളരുമെന്നും ഭാവിയിൽ ആ മരത്തിന്റെ തണലിൽ ഒരാൾക്ക് വിശ്രമിക്കാൻ കഴിയുമെന്നും അത് സ്വപ്നം കാണുന്നു. എന്നാൽ ഇത്ര വലിയൊരു പുണ്യമാണ് താൻ ചെയ്യുന്നത് എന്ന് ആ അപ്പൂപ്പൻ താടിക്ക് അറിയില്ല. ആ അറിവില്ലായ്മയാണ് അതിന്റെ ശക്തി. മനസ്സിൽ ഭാരമില്ലാത്തത് കൊണ്ടാണ് അതിന് ഇത്രയും ദൂരം പറക്കാൻ കഴിയുന്നതെന്ന് കവി ഇവിടെ പറയുകയാണ്. അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അതും കുറച്ചുകൂടി ദൂരം പോയേക്കും.
എന്താണ് ഈ വരികളിൽ പറയുന്നത്? അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ലെന്ന് നമുക്കറിയാം. എങ്കിലും അത് പറക്കുമ്പോൾ അതിനെ ഒരു പക്ഷിയായി കരുതി നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ലെന്ന് നമുക്കറിയാം, ഇല്ലേ? എങ്കിലും അത് പറക്കുമ്പോൾ അതിനെ ഒരു പക്ഷിയാണെന്ന് കരുതി നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. ഈ ചെറിയ കരുണ കാണിക്കുമ്പോൾ ആ അപ്പൂപ്പൻ താടിക്ക് കുറച്ചുകൂടി ദൂരത്തേക്ക് പറക്കാൻ കഴിയുന്നു. മറ്റുള്ളവരുടെ സഹാനുഭൂതിയും പിന്തുണയും ഒരു യാത്രയെ എത്രത്തോളം എളുപ്പമാക്കുന്നു എന്ന് കവി ഇവിടെ വ്യക്തമാക്കുകയാണ്. ധീരമെങ്കിലും എളിയ അതിന്റെ ശ്രമം വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉണർന്നു വന്നേക്കും. ആരും അറിയാതെ നാളെ ഒരു മരം. ഈ വരികളിൽ കവി പറയുന്നത് എന്താണ്? അപ്പൂപ്പൻ താടിയുടെ യാത്ര വളരെ ചെറിയ ഒന്നാണെങ്കിലും അത് വളരെ ധീരമാണ്. അത് എവിടെയാണോ വീഴുന്നത് അവിടെ നാളെ ഒരു വലിയ മരം വളർന്നു വരും. ആ മരം ആ അപ്പൂപ്പൻ താടിയുടെ ഒരു സ്മാരകമാണ്. വലിയ കെട്ടിടങ്ങൾ കൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പ്രവൃത്തിയിലൂടെയാണ് യഥാർത്ഥ സ്മാരകം ഉണ്ടാകുന്നതെന്ന് കവി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് ഈ പാഠഭാഗം. കുട്ടികളെ, കവി വീരാൻകുട്ടി ഇവിടെ അപ്പൂപ്പൻ താടിയെ ഒരു ഉപമയായാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് ഗുണകരമാകുമ്പോൾ അതൊരു വലിയ സ്മാരകമായി മാറും. ഇതാണ് ഈ പാഠഭാഗം. ഇനി ഈ കവിതയിലെ പ്രധാന ആശയം എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രശസ്ത കവി വീരാൻകുട്ടി എഴുതിയ സ്മാരകം എന്ന കവിത എളിയ ജീവിതങ്ങളുടെ അതിജീവനത്തെയും പ്രകൃതിയുടെ അത്ഭുതങ്ങളെയും കുറിച്ചുള്ള മനോഹരമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. അപ്പൂപ്പൻ താടിയുടെ ജീവിതയാത്രയെ മുൻനിർത്തിയാണ് കവി ഈ ആശയം വ്യക്തമാക്കുന്നത്. വലിയ പ്രതീക്ഷകളുടെയോ ആഗ്രഹങ്ങളുടെയോ യാതൊരുവിധ ഭാരവും ഇല്ലാതെ ഒരു വിത്തിനെയും അടിയിൽ വെച്ചാണ് അപ്പൂപ്പൻ താടി കാറ്റിൽ പറന്നു നടക്കുന്നത്. തനിക്ക് പോകേണ്ട വഴി ഏതാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് അത് മുന്നോട്ട് നീങ്ങുന്നു. ഒടുവിൽ അത് ചെന്ന് വീഴുന്ന മണ്ണിൽ ആരും അറിയാതെ ആ വിത്ത് മുളച്ചു പൊന്തുകയും നാളെ അതൊരു വലിയ മരമായി വളർന്ന് ലോകത്തിന് മുഴുവൻ തണലേകുകയും ചെയ്യുന്നു. സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് ലളിതമായി ജീവിക്കുന്നവർക്ക് കാലത്തെ അതിജീവിച്ച് മുന്നേറാൻ കഴിയുമെന്നും അവർ പ്രകൃതിയിൽ അവശേഷിപ്പിക്കുന്ന അത്തരം പച്ചപ്പുകളാണ് യഥാർത്ഥ സ്മാരകങ്ങളെന്നും കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ വിദ്യാഭ്യാസപരമായ വീഡിയോകൾക്കായി പ്രിയങ്ക ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യൂ.